തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് വിവിധ പദ്ധതികൾക്ക് അനുമതി. വിവിധ പദ്ധതികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് അനുമതി നൽകിയത്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷഫീദ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് തൊട്ട് പെരുമാറ്റച്ചട്ടം വരികയാണ്. അപ്പോൾ അതിനു മുമ്പായി വിവിധ പദ്ധതികൾക്കുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. വിവരങ്ങൾ. ക്രിസ്ത്യന, ഈ തെരഞ്ഞെടുപ്പിനെ സംസ്ഥാന സർക്കാർ മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ തന്നെ നേരിടാൻ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യേകിച്ച് ജനക്ഷേമ പദ്ധതികൾ മാത്രവുമല്ല, ക്ഷേമ പെൻഷൻ, അതേപോലെ തന്നെ ഈ സ്ത്രീകൾക്കടക്കമുള്ള പ്രത്യേക പെൻഷൻ പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനമായി വന്നിരുന്നു. അതിൽ ചില കാര്യങ്ങളുടെ ഓർഡർ അടക്കമുള്ള കാര്യങ്ങൾ ഇറങ്ങുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഈ വാർത്താ സമ്മേളനം, തെരഞ്ഞെടുപ്പ് കമ്മീഷനുടെ വാർത്താ സമ്മേളനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പദ്ധതികൾ അതിന് അനുമതി കൊടുത്തുള്ള തീരുമാനം വന്നത്. അതായത് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന 38ാമത് അമൃത് സ്റ്റേറ്റ് ഹൈ പവേർഡ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തദ്ദേശ തലത്തിൽ വിവിധ പദ്ധതികൾക്ക് അനുമതിയായി. മാത്രമല്ല, ഇക്കാര്യത്തിൽ പല പദ്ധതികളുടെ വിവരങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 5.15 കോടി രൂപയുടെ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി, 5.25 കോടി രൂപയുടെ വലാഞ്ചേരി മുനിസിപ്പാലിറ്റി, 3 മൈക്രോ കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെ കെപ്പക്സിനെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന പലതരത്തിലുള്ള പദ്ധതികളുടെ പ്രഖ്യാപനം അത് വരുന്നുണ്ട്. മാത്രമല്ല, ഈ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം, അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വെള്ള വിതരണം മെച്ചപ്പെടുത്തൽ പദ്ധതിക്ക് 1.28 കോടി രൂപ, അങ്ങനെ പലതരത്തിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ 4 മലിനജല സംസ്കരണ പദ്ധതികളുടെ ഭരണാനുമതി പുതുക്കി നൽകുന്നതിന് 12.92 കോടി രൂപ, അങ്ങനെ പലതരത്തിലുള്ള ഈ തദ്ദേശ സ്ഥാപനങ്ങൾ, ജനങ്ങൾ നേരിട്ടിടപെടുന്ന സ്ഥലങ്ങളിലെ കാര്യങ്ങൾ, അവയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ പദ്ധതികൾ ഏർപ്പെടുത്തുന്ന പദ്ധതികളുടെ പ്രഖ്യാപനമാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. ഏതായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഇത്തരം പ്രഖ്യാപനങ്ങളടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്നുള്ളതാണ് സർക്കാരിന്റെയും ഇടതുമുന്നണിയുടെയും വിലയിരുത്തൽ. ക്രിസ്ത്യന, ശരി. അപ്പോൾ ചില പദ്ധതികൾക്കുള്ള അനുമതി നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.